ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുത്തുനബി ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലാതെ മര്യാദ പാലിക്കും. നമ്മളമായൊന്നുമല്ല, ഞമ്മക്കാണെങ്കിലോ കൈ കഴുകൂല, പാത്രം വൃത്തിയാക്കൂല, ബറ്റുകൾ ശ്രദ്ധിക്കൂല, ഒന്നും നക്കി തുടക്കൂല, ഒരു ജാതി സ്വഭാവം. വക്കാന യലഅഖു ബി അസ്വാബിഹി സുഹ്ഫത. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിരലുകളെ കൊണ്ട് നക്കി തുടക്കും പ്ലേറ്റ്. വിരലുകൊണ്ട് പഠിച്ചിട്ട് വിരലിങ്ങ് നക്കും. വയഖൂലു ആഖിറു തുആമി അക്സറു ബറക്കത്തൻ. ഭക്ഷണത്തിൽ അവസാനത്തതാണ് ബറക്കത്താൽ വർദ്ധിച്ചത് എന്ന് മുത്തുനബി പറയും. അപ്പം ഞങ്ങളും അങ്ങനെ ആവണം. പ്ലേറ്റൊക്കെ നല്ല വൃത്തിയാക്കണം. ഭക്ഷണത്തിനൊരു അംശവും അതിൽ ബാക്കിയാക്കരുത്. വക്കാന യലഅഖു, നോക്കിക്കോളി, വക്കാന യലഅഖു അസാബിഅഹു മിന ത്വആമി ഹത്താ തഹ്മറ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിന് ശേഷം വിരലുകൾ നക്കി തുടക്കും. ഹത്താ തഹ്മറ, ആ വിരലുകൾ ചുമക്കുന്നത് വരെ ചുവപ്പ് കളറായി മാറും. ഭക്ഷണത്തിൻ്റെ ഒരംശവും ഒരു ശകലവും നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി. മാഷാ വക്കാന ലാ യംസഹു യദഹു ബിൽ മിന്ദീലി. ടവ്വൽ കൊണ്ട് കൈ തടയൂല, കൈ തുടക്കൂല, കൈ തടവൂല, കൈ തോത്തൂല. ഏതുവരെ? ഹത്താ യലഅഖ അസ്വാബിഅഹു വാഹിദത്തൻ വാഹിദത്തൻ. ഓരോ വിരലുകൾ നക്കിത്തുടക്കുന്നത് വരെ കൈ തോർത്തൂല. നമ്മളൊക്കെ കൈ കഴിയുമ്പോഴേ ഒരു കൊട്ട ചോറുണ്ടാവും കയ്യിൽ. അത്ര അന്തേ നമുക്കുള്ളൂ. കണ്ണുമൊരു കുരുണ്ട്. മുത്ത് പറയും, അറിയില്ലല്ലോ നമുക്ക് ഭക്ഷണത്തിൽ എവിടെയാണ് ഏതിലാണ് ബറക്കത്ത്. അപ്പം ചിലപ്പോൾ ഒരു വറ്റുമ്പലേക്കാരം ആ വറ്റ് നമ്മൾ കളഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ബറക്കത്ത് പോയില്ലേ. ബറക്കത്തില്ലാതെ ഭക്ഷണം എന്തിനാ? ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും, കല്യാണ വീട്ടിൽ നിന്നാണെങ്കിലും, ഹോട്ടലിൽ നിന്നാണെങ്കിലും, എവിടെ നിന്നാണെങ്കിലും നമുക്ക് നമ്മൾ അയിമ്മത്ത് പഠിപ്പിക്കുന്ന ഭക്ഷണ രീതി, ആ രീതി നാം സ്വീകരിക്കണം. ആരെയും കാണണ്ടോ, നമ്മൾ വിരലിയുമ്പിൽ ആരെന്തെങ്കിലും കരുതുമോ, ഓനെ നുണയനാണോ എന്നൊക്കെ തോന്നിച്ചല്ലോ. എന്നിട്ട് മോശമാകരുത്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഹബീബിൻ്റെ പിന്നെ തിരുചര്യയാണോ, ആരും പേടിച്ചണ്ട, ഒരു മടിയും വേണ്ട, നമ്മളിത് ചെയ്യാം. മാഷാ അല്ലാ. അല്ലാഹു തആല മുത്തനബിയെ ഇത്തിബാഅ് ചെയ്ത് ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ശുദ്ധ റബീഉൽ അവ്വലാണ്. മുത്തിനെപ്പറ്റി കൂടുതൽ വായിക്കുവാനും പഠിക്കുവാനും ശ്രമിക്കുക. എന്നിട്ട് ഇത്തിബാഅ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്തിബാഅ് ചെയ്ത് സുന്ദരമായി ജീവിച്ച് മഹ്മൂദത്തായ ആക്കിബത്തോടു കൂടെ നമുക്ക് മരിച്ചങ്ങ് പോകണം. അപ്പോൾ തൗഫീക്ക് നൽകട്ടെ. വലല്ലാഹു റബ്ബിൽ ആലമീൻ.